ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹെയർ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് കട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെ പിന്നെ അടുത്ത ഡൗട്ട് എന്താ വെച്ചാൽ എവിടുന്ന് കട്ട് ചെയ്യും എന്നുള്ളതായി. ഞാൻ അതിൻ്റെ മുമ്പ് ട്രീറ്റ്മെൻറ്റൊന്നും ഞാൻ കട്ട് ചെയ്തായിരുന്നു. കൊച്ചിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ കട്ട് ചെയ്തായിരുന്നു. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇന്നലെ അത്രയും ദൂരമൊക്കെ പോകേണ്ടതെന്നൊക്കെ ആലോചിച്ചപ്പോൾ പിന്നെ ഓക്കെ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അടുത്ത് നല്ല സലൂൺ ഉണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ ഒരുപാട് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയതാണ് ഒരു ഫാബ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സലൂണ്. അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അടിപൊളിയെന്നൊക്കെ തോന്നി. പിന്നെ ഞാൻ അത് തൃശ്ശൂരാണ്, അവിടെ പോയി കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ആക്കി അടിപൊളിയായി തോന്നി. പക്ഷേ അടുത്ത ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ കട്ട് ചെയ്യും. എനിക്ക് വെച്ചാൽ എൻ്റെ ഹെയർ എങ്ങനെ കട്ട് ചെയ്യും എന്നുള്ളതിൽ ഭയങ്കര കൺഫ്യൂഷനുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. എന്നെ പോലെയാണെങ്കിൽ എനിക്കെന്തായാലും അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാണ്. എനിക്ക് എങ്ങനെ വെട്ടിയ രസം ഉണ്ടാവും, ഷോർട്ട് ആക്കണോ അല്ലെങ്കിൽ ഉള്ള ഹെയറിൽ ലെയർ കട്ട് ചെയ്യണോ, അല്ലെങ്കിൽ വോൾഫ് കട്ട് വേണോ, ബട്ടർഫ്ലൈ കട്ടാണോ. ഹെയർ ഒരുപാട് പോകണ കാരണം അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ, ഒരുപാട് പോകണേൽ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറേ നോക്കി അവരുടെ ആ ഫാബ് സിഗ്നേച്ചറിൻ്റെ കുറേ റിവ്യൂസ് നോക്കി. അപ്പോൾ അവരുടെ കയ്യിൽ കുറേ ടൈപ്സ് കട്ടിങ്സൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഇവിടുന്ന് പോയത്, അതേപോലെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് രസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ അവിടെ പോയിട്ട് അത്യാവശ്യം തിരക്കുണ്ടാവും. അത്യാവശ്യം തിരക്കുള്ള സലൂണാണ് അത്, അത്യാവശ്യം ഫേമസ് ആണ്. അവർക്ക് കൊച്ചിയും തൃശ്ശൂരുമാണ് അവരുടെ അടുത്തുള്ളത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവിടെ ഫുൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വരുന്ന കസ്റ്റമേഴ്സാണ് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് പറഞ്ഞൊരു 10 minutes എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും വിഷയമില്ല. അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർ 1-2 പേരൊക്കെ ഇറങ്ങിയപ്പോൾ അങ്ങനെ ഞാൻ കയറി. അങ്ങനെ ഞങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ള മൈൻഡിൽ മാത്രം പോയ ആളാണ് ഞാൻ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, എൻ്റെ ഹെയർ നല്ലോണം ഡാമേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അവർ. കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ ക്ലൈമറ്റ് കാര്യം എല്ലാം കൂടെ ആയതുകൊണ്ട് ഹെയറിന് ഭയങ്കര ഡാമേജ്, കുറച്ചൊക്കെ പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഹെയർ നന്നായി നോക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങനെ പിന്നെ അവർ പറയുന്നത് സ്പാ ചെയ്യാം, കുറച്ച് ഹെയർ പൊട്ടലൊക്കെ കുറച്ച് കുറയും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ സ്പാ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യാണ്. അങ്ങനെ ഞാൻ നല്ല സ്പാ ചെയ്തു. അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ 4 മണിക്കൂറായി. പക്ഷെ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് എന്നെക്കാട്ടിന് മുമ്പ് വന്നവരുണ്ട്, അവരതുവരെ ഇറങ്ങിയിട്ടുണ്ടാവില്ല. എന്താ അവരതിൻ്റെ ഉള്ളിൽ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അവരറിയണ്ടായിരുന്നില്ല. ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എൻ്റെ ഈ ഹെയർ കട്ടിങ് സ്പാ ഒക്കെ 4 മണിക്കൂർ കഴിഞ്ഞതേ ഞാൻ അറിഞ്ഞില്ല. ചെറിയൊരു പരിപാടിയാണ്. അങ്ങനെ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. എന്തായാലും എനിക്ക് ഹെയർ കട്ടിങ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെന്തായാലും കൊച്ചിയും കോഴിക്കോടൊക്കെ പോയി ഇവിടെ അടുത്തൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അവർക്ക് കൊച്ചിയും തൃശ്ശൂരാണ് മെയിനായിട്ടുള്ളത്. കൊച്ചിയായാലും തൃശ്ശൂരായാലും അവരുടെ അടിപൊളിയാണ്, അവരുടെ എല്ലാം അടിപൊളിയാണ്. ഒക്കെ നമ്മൾ നന്നായി ട്രീറ്റ് ചെയ്യും. എല്ലാം കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് നല്ല പോലെ വെട്ടിത്തരും. ഒക്കെ എല്ലാം അടിപൊളിയാണ്. എനിക്കെന്തായാലും വെട്ടി കഴിഞ്ഞപ്പോൾ എനിക്കെന്തായാലും എൻ്റെ ഫേസിന് സ്യൂട്ടായതെന്ന് എനിക്ക് തോന്നി. എനിക്കെന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങളെന്തായാലും അവിടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ അടിയിൽ അവരുടെ പേജ് കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തായില്ലെങ്കിലും അവിടെ പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കെന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ ഗോയ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കേട്ടോ. ഓക്കെ, ബൈ.